നമ്മൾ ഈ ഒരു മേഖലയിൽ തന്നെ റിപ്പയറിംഗ് മേഖലയിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ വുമൺസിന്റെ സാന്നിധ്യം വളരെ കുറവായി. അങ്ങനെ 2020 നമ്മൾ ഇങ്ങനെ ഒരു വുമൺസ് മാത്രമുള്ള ഒരു സർവീസ് സെന്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം തോന്നി. ഒരുപാട് വുമൺസിന് ഫോൺസ് റിപ്പയർ ചെയ്യാൻ കൊടുക്കുമ്പോൾ ഡാറ്റ വലിയൊരു വിഷയമാണ്. ബാക്കി ഏത് ഡിവൈസിനെ വെച്ച് നോക്കുമ്പോഴും ഇതിലുള്ള ഡാറ്റ പ്രൈവസി കസ്റ്റമേഴ്സിന് ഭയങ്കര സംശയമാണ്. അപ്പൊ ആ ഒരു സമയത്ത് പല ആളുകൾക്കും വുമൺസിന് ഫോൺ റിപ്പയർ ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളൊരു സർവേ വന്നപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സർവീസ് സെന്റർ തുടങ്ങാന്ന് പ്ലാൻ ചെയ്തു. പക്ഷെ നമുക്ക് മാർക്കറ്റിൽ അങ്ങനെയുള്ള ലേഡി ടെക്നീഷ്യൻസ് ഇല്ല. വളരെ റയറായിട്ട് എവിടെയെങ്കിലൊക്കെ റിപ്പയർ ചെയ്യുന്ന ആൾക്കാരുള്ളൂ. അപ്പൊ നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ മീഡിയാസിന്റെ ഒക്കെ സഹായത്തോടെ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് തന്നെ ഇങ്ങനെ വുമൺസിന് പഠിപ്പിച്ചു കൊടുക്കാന്നുള്ള വലിയൊരു വാർത്ത നമ്മൾ പുറത്തേക്ക് വിട്ടു. ഒരുപാട് ആളുകൾ വന്നു. നമ്മളൊരു ബാച്ച്, ഫസ്റ്റത്തെ ബാച്ച് നമ്മൾ പെൺകുട്ടികളെ വെച്ചിട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഈ മേഖലയിൽ ചെയ്യാൻ പറ്റൂല, സ്ത്രീകൾക്ക് ഈ മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വർക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു ടോക്കുള്ള സമയത്ത് അതെ അത്ര ഒരു ടാസ്ക് ആണ് ഫസ്റ്റ് തന്നെ നമ്മൾ എടുത്തത്. ആ ഒരു ബാച്ച് തുടങ്ങി, ആ ബാച്ച് കംപ്ലീറ്റ് ചെയ്ത് ആ ബാച്ചിന് മൊത്തം നമ്മൾ ഒരു ഷോറൂം തന്നെ ഷാജി സാർ എന്ത് ചെയ്തിട്ടുണ്ട് വുമൺസിന് വേണ്ടി മാത്രമായിട്ട് കോഴിക്കോട് തൊണ്ടയാട് എന്ന സ്ഥലത്ത് വുമൺസിന് മാത്രമായിട്ട് ഒരു ഷോറൂം റിപ്പയറിംഗ് സെന്റർ തന്നെ തുടങ്ങി കൊടുത്തു. അവരിപ്പം 3ാമത്തെ വർഷം എല്ലാ വുമൺസ് ഡേന്റെ അന്ന് March 8 നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ എല്ലാ March 8 നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. കഴിഞ്ഞാലും ആഘോഷിച്ചിട്ടുണ്ട്. അവര് ഹാപ്പി ആയിട്ട് പോകണം. പിന്നീട് ഇപ്പോ നമ്മളെ എല്ലാ ബാച്ചിലും 3-4 പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അതായത് ഈ മേഖല വലിയൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കി. ഇതൊരു വൈറ്റ് കോളർ ജോബാണ്, ഒരു വലിയ ഹാർഡ് വർക്ക് ഇല്ല, നമ്മൾ സ്കില്ലും നോളജും ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്, ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് പഠിച്ചു കഴിഞ്ഞാൽ.